ലങ്സിൽ കയറുന്ന വെള്ളം കയറിയാണ് മുങ്ങി മരണം. എൻ്റെ വെള്ളം കുടിക്കാനല്ലേ പറ്റൂ. ശ്വാസനാളത്തിൽ വെള്ളം കയറി പെട്ടെന്ന് ആളങ്ങ് മരിച്ചുപോയി. നമുക്കത് പറയാൻ പറ്റില്ല. എത്ര നമ്മൾ 3 മുതൽ 5 മിനിറ്റ് വരെ എന്നൊക്കെ പറയുന്നെങ്കിലും ഇതൊക്കെ ഭയങ്കരമായ തെറ്റിദ്ധാരണകളാണ്. മുങ്ങി മരണത്തിൽ വയറ്റിൽ വെള്ളം കാണണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരുപാട് ഇങ്ങനെ ഈ സിനിമയിലൊക്കെ പറയും പോലെ മാറ്റി എഴുതുക എന്നൊന്നും പറയണത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബ്ലഡ് എടുത്തിട്ടുണ്ട്, വിസറ എടുത്തിട്ടുണ്ട് രാസപരിശോധനയ്ക്ക്, ബോൺ മാരോയും നമ്മുടെ മജ്ജയും വെള്ളവും. നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ശശികലയെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോൾ പല വിവാദമായ കേസുകളും കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഒരു കേസ് വന്ന ഒരു വക്കീല് 2 കുട്ടികളുമായിട്ട് ആറ്റിൽ ചാടി മരിച്ചു എന്ന് പറഞ്ഞൊരു കേസ്. ആ കേസിനകത്ത് പൂർണ്ണമായിട്ടും ആ കുട്ടി കഴുത്തിൽ ഇഞ്ചക്ഷൻ ചെയ്തിരിക്കുന്നു, വക്കീലിന്റെ കഴുത്തിൽ ബലമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടിയുടെ നാഭിയുടെ ഇടത് സൈഡിലെ തൊടയിൽ, അതായത് ഹാർട്ടിലേക്ക് പോകുന്ന വെയിനുകൾ കണ്ടുപിടിച്ച് അവിടേക്ക് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വയറിനകത്ത് വെള്ളമില്ല, ലങ്സിനകത്ത് വെള്ളമില്ല, പക്ഷെ അത് മുങ്ങി മരണമാണെന്ന് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം വന്നിട്ട് എല്ലാം എഴുതി വരുമ്പം ഇത് കൊലപാതകത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കൃത്യമായി തോന്നി വരികയും അവസാനം വരുമ്പോൾ അത് എഴുതി വെച്ചിട്ട് അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് പല നിഗമനങ്ങളും വെളിയിൽ നിന്നെടുക്കാം. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ആൾ എന്താണ് കണ്ടേക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് പോസ്റ്റ്മോർട്ടം. പിന്നെ പോസ്റ്റ്മോർട്ടം ഒരിക്കലും അതൊരു ഭയങ്കര രഹസ്യവുമല്ല. ഒറ്റയ്ക്കൊരാളിന് ഇത് മുഴുവനും നോക്കി തനിക്ക് തോന്നും പോലെയൊന്നും എഴുതാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ ഞാൻ 1990 ജോയിൻ ചെയ്യുമ്പോൾ അന്നത്തെ ഞങ്ങളുടെ ക്ലീനർമാരൊക്കെ പോലും ഓരോ മുറിവും കണ്ടാൽ അറിയാം. കാരണം അവരൊക്കെ എത്രയോ വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നവരാണ്. അപ്പം നമുക്ക് ഒരുപാട് ഇങ്ങനെ ഈ സിനിമയിലൊക്കെ പറയും പോലെ മാറ്റി എഴുതുക എന്നൊന്നും പറയണത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇല്ല, പോസിബിൾ അല്ല. പിന്നെ ഇതിനകത്ത് അലൂമിനിയം ഫോസ്ഫൈഡിന്റെ സാന്നിധ്യം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കെമിക്കലൊക്കെ അയച്ചിട്ടുണ്ടാവും. അത് വന്നിട്ടേ അവർക്ക് ശരിക്കുള്ള അഭിപ്രായം പറയാൻ പറ്റത്തുള്ളായിരിക്കും. ഇല്ല, അതിലിപ്പം അവരിപ്പം ഇപ്പം നമ്മുടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ എന്താണ് കണ്ടത് അത് വെച്ചാണല്ലോ അപ്പോഴൊരു അഭിപ്രായം പറയുന്നത്. പിന്നെ അവരെന്തൊക്കെ പരിശോധനയ്ക്ക് എടുത്തു, ആ പരിശോധന ഫലങ്ങൾ എങ്ങനെ വരുന്നു എന്ന് വെച്ചാണ് നമ്മൾ ഫൈനൽ ഒപ്പീനിയൻ എന്നാണ് അത് പറയുന്നത്. അങ്ങനെ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ്. അപ്പം ചെയ്ത ആള് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കണ്ടത് എന്തൊക്കെയാണ്, അത് കഴിഞ്ഞ് അദ്ദേഹം പരിശോധനയ്ക്ക് അയച്ച സാധനങ്ങളിൽ എന്തൊക്കെ ഫലം വന്നു, അതൊക്കെ വെച്ചിട്ട് ഞാനായാലും വേറൊരാളായാലും പറയാൻ പറ്റും. വയറിൽ വെള്ളം കയറാതെ ലങ്സിൽ മാത്രമായിട്ട് വെള്ളം കയറുന്ന, ലങ്സിൽ കയറുന്ന വെള്ളം കയറിയാണ് മുങ്ങി മരണം. എൻ്റെ വെള്ളം കുടിക്കാനല്ലേ പറ്റൂ. ലങ്സിൽ വെള്ളം കയറിയാലേ മുങ്ങി മരണമാവും. അങ്ങനെ ഒരു മരണപ്പെടുമ്പോൾ വയറിൽ ഒട്ടും വെള്ളമില്ലാതെ ഇരിക്കുന്നു. എപ്പോഴും വെള്ളം മരണം എന്നൊന്നും ഇല്ല വയറ്റിൽ. ഇതൊക്കെ ഭയങ്കരമായ തെറ്റിദ്ധാരണകളാണ്. മുങ്ങി മരണത്തിൽ വയറ്റിൽ വെള്ളം കാണണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ചിലപ്പോൾ ഒന്നും കാണണം എന്നില്ല. ശ്വാസനാളത്തിൽ വെള്ളം കയറി പെട്ടെന്ന് ആളങ്ങ് മരിച്ചുപോയി. നമുക്കത് പറയാൻ പറ്റില്ല. എത്ര നമ്മൾ 3 മുതൽ 5 മിനിറ്റ് വരെ എന്നൊക്കെ പറയുന്നെങ്കിലും 5 മുതൽ ചിലപ്പോൾ 8 മിനിറ്റ് വരെ പോകാം എന്നൊക്കെ പല ഇത് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ സഡനായിട്ട് ഡെത്തായി പോകും. അത് എങ്ങനെ, അതിലെത്ര സമയം എടുത്തു എന്ന് ചിലപ്പോൾ നമുക്ക് കൃത്യതയോടെയൊന്നും പറയാൻ പറ്റില്ല. ലങ്സിൽ കയറിയ വെള്ളം മില്ലി ഒന്നും പറയാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. വയറിൽ ഇത്ര ml ഉണ്ടെന്ന് പറയാം. ലങ്സിൽ കയറിയ വെള്ളം, ശ്വസിച്ച വെള്ളം, ലങ്സിൽ ഇങ്ങനെ കിടക്കുന്ന വെള്ളത്തിന് നമുക്ക് ഇത്ര ml എന്ന് അളന്നെടുക്കാൻ അവിടെ നമുക്ക് അളന്നെടുക്കത്തക്ക. വയറൊരു ക്യാവിറ്റിയാണ്, ലങ് ഒരു ക്യാവിറ്റി അല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് യൂറിനറി ബ്ലാഡറിൽ, 3 പേരുടെ യൂറിനറി ബ്ലാഡറിൽ യൂറിനില്ലായിരുന്നു. അത് പല സമയങ്ങളിൽ നമ്മളിപ്പം മരണം നടക്കുന്ന സമയത്ത് നടന്നു സഡൻലി നമ്മുടെ മസിൽസൊക്കെ അങ്ങ് ലാക്സ് ആവും. ലാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങ് ശക്തി ക്ഷയിക്കും. ആ സമയത്ത് കുറച്ച് യൂറിൻ പോവും. പിന്നെ റൈഗർ മോർട്ടിസ് വരുമ്പം നമ്മുടെ മസിലൊക്കെ കട്ടിയാവുന്ന സമയത്ത് യൂറിനറി ബ്ലാഡറും കൺട്രാക്റ്റഡ് ആവുമല്ലോ, അപ്പോൾ കുറേ യൂറിൻ പോവും. അപ്പം അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ബ്ലാഡറിൽ യൂറിൻ എല്ലായ്പ്പോഴും കിട്ടണം എന്നും ഇല്ല. ഇല്ല, അത് എഴുതിയിട്ടുണ്ടല്ലോ, അഡീഷണൽ റിപ്പോർട്ട് വിൽ ഫോളോ എന്ന്. ഉണ്ട്.
അഡീഷണൽ റിപ്പോർട്ട് വിൽ ഫോളോ. അതെ അതെ, അദ്ദേഹം ഈ പരിശോധനാ ഫലങ്ങളൊക്കെ വന്നിട്ടായിരിക്കും. ബ്ലഡ് എടുത്തിട്ടുണ്ട്, വിസറ എടുത്തിട്ടുണ്ട് രാസപരിശോധനയ്ക്ക്, ബോൺ മാരോയും നമ്മുടെ മജ്ജയും വെള്ളവും, മരിച്ച ആളിൻ്റെ മജ്ജയും മുങ്ങി മരിച്ച സ്ഥലത്തുള്ള വെള്ളവും എടുത്തിട്ടുണ്ട് ഡയാറ്റമിന്. ഇപ്പം ഇതെല്ലാം വന്നാലേ കൃത്യം പറയാൻ പറ്റൂ. ഇതിന്റെ കൃത്യമായി അതിന്റെ ഒരു അവലോകനം വരണമെങ്കിൽ ഇതെല്ലാം കിട്ടണം. അതെ അതെ, ഇപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. ഇല്ല ഇല്ല, വെള്ളം കയറിയതിന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ലങ്സിലും വെള്ളം കയറിയതിന്റെ ലക്ഷണമുണ്ട്. ഉണ്ട്, മറ്റേലും ഉണ്ട്, ഞാൻ ആദ്യം വായിച്ചതിലും ഉണ്ട് വെള്ളം കയറിയതിന്റെ ലക്ഷണം. അപ്പൊ ഇതിനകത്ത് അത് ഇതിന്റെ ബാക്കിയുള്ള ഇത് പോയിന്റുകൾ വന്നാൽ മാത്രമേ അല്ല, ബാക്കി അദ്ദേഹം കുറെ പരിശോധനയ്ക്കൊക്കെ അയച്ചിട്ടുണ്ട്. ബോൺമാരൊക്കെ എടുത്തപ്പം വിസറ എടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പരിശോധനാ ഫലം വന്നാലേ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ഫൈനൽ ഒപ്പീനിയൻ അതെ ആകാൻ പറ്റും. അപ്പൊ അത് വീണ്ടും ഒരു റിപ്പോർട്ട് വരും, വീണ്ടും ഒരു റിപ്പോർട്ട് തരും. അപ്പൊ അത് പോസ്റ്റ്മോർട്ടം അഡീഷണൽ റിപ്പോർട്ടായിട്ട് വരും. അപ്പൊ അപ്പോഴേ ഇതിനകത്ത് കുറിച്ച് അതെ അതെ കുറച്ചുകൂടി വ്യക്തത വരും. ഡോക്ടർ വന്നപ്പോ ഉള്ളതും ഡോക്ടർ രണ്ടും കണ്ടു, ഈ ആധുനികവും കണ്ടു, അതെ അതെ അതും കണ്ടു. അപ്പൊ ഇപ്പൊ ഇനിയുള്ള അപ്പൊ ഇത്തരം കേസുകളിലൊക്കെ ഈ നമ്മുടെ ഇപ്പൊ ഉള്ള ആധുനികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെ കുറച്ച് ഒരുപാട് ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ എന്താണ് ഒരു പോസ്റ്റ്മോർട്ടം പരിശോധനയായാലും അതുപോലെ തന്നെ നമ്മുടെ പോലീസിൻ്റെ അന്വേഷണങ്ങളായാലും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തെ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് ചിലരും പോലീസുകാർ അവരുടെ ഫൈൻഡിങ്സ് അവർ പുറത്തു വിടാതിരിക്കുന്നതാവാം അല്ലേ? ഇപ്പം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊരു അന്വേഷണം നടക്കുന്ന സമയത്ത് നമ്മൾ ഫൈൻഡിങ്സ് പുറത്തു വിടുകയും തുടക്കത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ഫൈനൽ അന്വേഷണത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എല്ലായ്പ്പോഴും പോലീസിനെ തന്നെ കുറ്റക്കാരാക്കുകയായിരിക്കും ചെയ്യുന്നത്. എത്രയോ കേസിൽ നമ്മൾ കാണുന്നില്ലേ? അതുകൊണ്ട് അവർ കുറച്ച് ശ്രദ്ധ കോഷ്യസ് ആവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അന്വേഷണം മിക്ക പോലീസുകാരും മോർ ദാൻ 98% അന്വേഷണം നടത്താത്തതുകൊണ്ടൊന്നുമല്ല, പക്ക അന്വേഷണം തന്നെയാണ്. പിന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.